Hello students, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ, അതായത് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ ഗിവൺ പോയിന്റിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. The derivative of the function f at x naught is f dash of x naught, which is equal to limit h tends to 0 f of x naught plus h minus f of x naught divided by h. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോർമുല അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ് അല്ലേ, ലിമിറ്റിലുള്ള ഈ ഒരു ഫോർമുല. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. നമുക്കറിയാം നമ്മൾ ഈ എടുക്കുന്ന എച്ച് എന്ന് പറഞ്ഞാൽ വെരി 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 സ്മോൾ വാല്യൂ ആണ്. ഈ എക്സ് നോട്ടിനോട് തൊട്ടടുത്തുള്ള വാല്യൂ ആണ് നമ്മൾ എക്സ് നോട്ട് പ്ലസ് എച്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എച്ച് ഭയങ്കര ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെറിവേഷനാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ അപ്രോക്സിമേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ലിമിറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എച്ച് വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് ലിമിറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളതിൻ്റെ വെരിഫിക്കേഷനാണ് ഇനി നമ്മൾ അടുത്ത 1-2 പാരഗ്രാഫിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ടു അപ്രോക്സിമേറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എക്സ് നോട്ട് ബിലോങ് ചെയ്യുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലാണെന്ന് വിചാരിക്കുക. ആൻഡ് എഫ് ഈസ് C2 of, if f belongs to C2 of closed interval AB, that means twice continuous function എന്നുള്ള രീതിയിലാണ് C2 of closed interval AB എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് x1 is equal to x0 plus h. എക്സ് നോട്ടിൻ്റെ തൊട്ടടുത്ത പോയിന്റ് എക്സ് നോട്ട് പ്ലസ് എച്ച് ആയിട്ട് നമ്മൾ അതിനെ x1 എന്ന് വിളിച്ചു ഫോർ സം h not equal to 0. That is sufficiently small to ensure that x1 belongs to closed interval AB. അപ്പോൾ ഈ എക്സ് നോട്ടും ഈ എ ബിയുടെ അകത്തായിരിക്കണം, അതുപോലെ തന്നെ x1ഉം ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ അകത്തായിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ എച്ച് വളരെ ചെറുതായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. വി കൺസ്ട്രക്ട് ഫസ്റ്റ് ലഗ്രാഞ്ചെ പോളിനോമിയൽ P01 of x for f determined by x0 and x1 with its error term. ലഗ്രാഞ്ചെ പോളിനോമിയൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലഗ്രാഞ്ചെ പോളിനോമിയൽ 2 വേരിയബിൾ x0 ആൻഡ് x1 എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലഗ്രാഞ്ചെ പോളിനോമിയൽ എലോങ് വിത്ത് ഇറ്റ്സ് എറർ ടേം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ ഇക്വേറ്റ് ചെയ്യിക്കുന്ന പോളിനോമിയലാണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു P01 of x. P01 of x ലഗ്രാഞ്ചെ പോളിനോമിയലിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. പ്ലസ് അതിൻ്റെ എറർ ടേം വരുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് എന്നാണ്. ലഗ്രാഞ്ചെ പോളിനോമിയലിൻ്റെ ഭാഗം നോക്കാം കേട്ടോ, അവിടെ നമ്മളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ലഗ്രാഞ്ചെ പോളിനോമിയൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് നോട്ടും x1 മുകളിലത്തെ ടേം വരേണ്ടത് എക്സ് മൈനസ് x1 divided by x1 minus x minus x1 divided by x1 minus x0 അല്ലേ. പ്ലസ് ഇവിടെ നമുക്ക് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് നോട്ട്. ആ ലഗ്രാഞ്ചെ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു ലഗ്രാഞ്ചെ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം? ഇപ്പോൾ ആദ്യത്തെ ടേം P01 എഴുതുകയാണ് എങ്കിൽ എക്സ് മൈനസ് ഈ 0ൻ്റെ ടേം ഉണ്ടാവില്ല, എക്സ് നോട്ടിൻ്റെ ടേം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ബാക്കി ഏത് ടേം ഉണ്ടാവും അവിടെ? എക്സ് മൈനസ് x1 അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ ഏത് ടേം ഉണ്ടാവുക? എക്സ് നോട്ട് മൈനസ് x1 അല്ലേ, എക്സ് നോട്ട് മൈനസ് x1 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് x1 എന്നുള്ളിടത്ത് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് നോട്ട് മൈനസ് എച്ച് ആണ് അല്ലേ, എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. ഇവിടെ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് നോട്ട് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് മൈനസ് x1 എന്ന് പറയുമ്പോൾ നമുക്കത് മൈനസ് എച്ച് ആണ് കിട്ടുക ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ഉണ്ടാവും. പ്ലസ് രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചെ പോളിനോമിയൽ രണ്ടാമത്തെ ടേം വരിക എക്സ് മൈനസ് x1ൻ്റെ ടേം ഉണ്ടാവില്ല, മറ്റേത് ബാക്കി എന്താണുള്ളത് അത് എക്സ് നോട്ടാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ x1 minus x0 that is equal to h into f of x1. f of x1 എന്ന് പറഞ്ഞാൽ f of x0 plus h അല്ലേ. അപ്പോൾ ആ രണ്ട് ടേമാണ് ഫസ്റ്റ് ലഗ്രാഞ്ച് പോളിനോമിയൽ ഉണ്ടാവുക, പ്ലസ് ഈ എറർ ടേമും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും.
അപ്പോൾ x1ന്റെ പ്ലേസിൽ ഇതാ ഇവിടെ ആ വാല്യൂ x0 പ്ലസ് h എന്നുള്ള വാല്യൂ മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫോർ സം സീറ്റ ഓഫ് എക്സ് ബിറ്റ്വീൻ x0 ആൻഡ് x1. ഈ സീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്ന വാരിയബിൾ x0ന്റെയും x1ന്റെയും ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത് എഫ് ഓഫ് എക്സിനെ നമ്മൾ ലഗ്രാഞ്ചി പോളിനോമിയൽ അതിൻ്റെ എറർ ടൈമും വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യിച്ചു, അപ്രോക്സിമേറ്റ് ചെയ്യിച്ചു. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ ടൈമിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് x0ഉം ഇവിടെ ഒരു മൈനസ് എച്ചും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ എക്സ് മൈനസ് x0 ഒരു വാല്യൂ ആണ്, എച്ചും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കേട്ടോ. x0ഉം എച്ചും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പിന്നെ ആകെ എക്സിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഡെറിവേറ്റീവ് 1 ആയി പോകും. പ്ലസ് അടുത്തത് എടുക്കുമ്പോൾ ഈ എഫ് ഓഫ് x0 പ്ലസ് എച്ചും മൾട്ടിപ്ലൈ ചെയ്ത് അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. x0 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും. അപ്പോൾ ഈ രണ്ട് ടേമും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് LCM ഒക്കെ എടുത്ത് ക്ലബ് ചെയ്തിട്ട് എഫ് ഓഫ് x0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും HLC ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? പിന്നെ ഈ ഒരു എറർ ടേമിൻ്റെ ഡെറിവേറ്റീവും കൂടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഡെറിവേറ്റീവിനെയാണ് DX എന്നുള്ളതുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. DX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയിൽ സഫിക്സിൽ എക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ 2 ഇൻറ്റു ഓക്കെ, അപ്പോൾ അതിന് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ ആൻസർ കിട്ടും. അപ്പോൾ അത് ഡെറിവേറ്റീവിൻ്റെ ഫോമുല പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോമുല യൂസ് ചെയ്താൽ മതി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സീറ്റ ഓഫ് എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം നെഗ്ലക്ട് ചെയ്താൽ, കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സും അതുപോലെ ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഒന്നും ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ടേംസ് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് x0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എച്ച്. പിന്നെ അത് വളരെ സ്മോൾ വാല്യൂസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. അതിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയയും ഇല്ല, ആ വാല്യൂവിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഈ ആ ഒരു വാല്യൂ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് ട്രങ്കേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ ട്രങ്കേഷൻ എറർ. അപ്പോൾ when x equal to x0, the formula simplifies to f dash of x0 is equal to f of x0 plus h minus f of x0 divided by h minus h by 2 into, അതായത് ഇതിലുള്ള h by 2 x equal to x0 ആകുമ്പോൾ ഈ ടേം 0 ആയി പോകും. പിന്നെ ഇവിടെ ഒരു മൈനസ് h by 2 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ്. ഓക്കെ, അത് നമുക്ക് എഴുതാം കേട്ടോ. അതിൻ്റെ കൂടെ അത് നമുക്ക് എഴുതാം. ഈ ഡെറിവേറ്റീവ് ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ആ ടേം, അത് ഉൾപ്പെടുന്ന ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എക്സ് ഈക്വൽ ടു x0 എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു x0 ആകുന്ന സമയത്ത് ഈ ടേം നമ്മൾ ഒഴിവാക്കും. ഈ ടേം കംപ്ലീറ്റ് അല്ലെങ്കിലും 0 ആയി പോവും. ഈ എക്സ് ഈക്വൽ ടു x0 എന്നുള്ള ടേം വരുമ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയൂല. അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ടാവുക മൈനസ് h by 2 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ വരുന്നത്. ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് എച്ച് ദ ഡിഫറൻസ് കോഷ്യന്റ് എഫ് ഓഫ് x0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എച്ച് ക്യാൻ ബി യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് എഫ് ഡാഷ് ഓഫ് x0. എച്ചിൻ്റെ വാല്യൂ വെരി വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് ഇത്രയും മതിയാവും. ഇതിന് നമ്മളൊരു ബൗണ്ട് കണ്ടുപിടിക്കും, എന്നിട്ട് ഇത് എറർ ബൗണ്ട് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. വിത്ത് ആൻ എറർ ബൗണ്ട് ബൗണ്ടഡ് ബൈ m ഇൻറ്റു മോഡ് h by 2 where m is a bound on mod f double dash of x for x between x0 and x0 plus h. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണ് എങ്കിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് x0 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് ഫസ്റ്റ് ടേം എന്നുള്ളത് പറയും. പിന്നെ ഈ ടേമിനെ നമ്മൾ ഒരു എറർ ആയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ എററിന് നമ്മളൊരു എറർ ബൗണ്ട് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് മോഡ് എച്ച് വരും, പിന്നെ 2 വരും, മൈനസ് പോവും കേട്ടോ, മോഡ് എച്ച് വരും, 2 വരും. പിന്നെ ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റയുടെ മോഡുലസ് വാല്യൂ മോഡുലസ് വാല്യൂ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് വേറെ എക്സ് ബിറ്റ്വീൻ x0 ആൻഡ് x0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സീറ്റ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സീറ്റയാണ് ഇവിടെ x0ൻ്റെയും x0 പ്ലസ് എച്ചിൻ്റെ ഉള്ളിൽ വരുന്ന ആള്. സീറ്റ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. ഇതിൻ്റെ ഒരു അപ്പർ ബൗണ്ടിനെയാണ് ക്യാപിറ്റൽ എം ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ ബൗണ്ടിനെ ക്യാപിറ്റൽ എം ആയിട്ടും ഇതിന് മോഡുലസ് എടുക്കുക മോഡ് എച്ച് by 2. ഇതാണ് നമ്മൾ എറർ ബൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെറിവേറ്റീവിൻ്റെ എറർ ബൗണ്ട്. ദിസ് ഫോർമുല ഈസ് നോൺ ആസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഇഫ് h ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ h ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ ഫോർമുല നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്നാണ് പറയുന്നത്. ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഇഫ് h ലെസ് ദാൻ 0.
അപ്പോൾ ലെസ് ദാൻ 0 ആണ് എങ്കിൽ ആ ഫോർമുലയെ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഫോർ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഫോർ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വേറെ ഫോർവേഡ് ബാക്ക്വേർഡ് ഫോർമുല ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. യൂസ് ദ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ടു അപ്രോക്സിമേറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ln x അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1.8 യൂസിങ് 3 പ്രോബ്ലം ഒരേ സമയം പറയുന്നുണ്ട് കേട്ടോ. 3 h വാല്യൂ തന്നിട്ടുണ്ട്. h equal to 0.1, h equal to 0.05, h equal to 0.01 and determine bounds of the approximation errors. എറർ ബൗണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 h വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒരെണ്ണം എടുത്ത് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് അതേ മെത്തേഡിൽ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നോക്കി എല്ലാം എച്ചും പോസിറ്റീവ്സ് ആണ്. എല്ലാ h വാല്യൂയും തന്നിരിക്കുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് ലെസ് ദാൻ 0 ആകുമ്പോഴാണ് നമ്മളതിനെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ എക്സ് നോട്ട് നമുക്ക് 1.8 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 1.8 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1.8 ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് വരിക. ഓക്കെ, ഇനി ആദ്യം നമുക്ക് എച്ച് ഇക്വൽ ടു 0.1 എന്നുള്ള കേസ് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എച്ച് ഇക്വൽ ടു 0.1 ആകുന്ന കേസിൽ എഫ് ഡാഷ് ഓഫ് 1.8 ഇസ് ഈക്വൽ ടു എച്ചിന് ഇവിടെ 0.1 എന്നുള്ള വാല്യൂ കൊടുത്താൽ ln 1.9 മൈനസ് ln 1.8 ഡിവൈഡ് ബൈ 0.1. ഈ രണ്ട് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 0.5406722 എന്നാണ് വാല്യൂ വരുന്നത്. ഇനി നമ്മളോട് എറർ ബൗണ്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം m ഇൻറ്റു മോഡ് h ബൈ 2 ആണ് എറർ ബൗണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ അറിയണമെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആദ്യം അറിയണം. നമുക്കറിയാം എഫ് ഈക്വൽ ടു ln x ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 1/x² ആണ്. അത് വേണമെങ്കിൽ അത് 3 നിങ്ങൾ നിരത്തി എഴുതിക്കോട്ടോ, അത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 1/x² ആണ്. സീറ്റ എങ്ങനെയായിരിക്കണം? സീറ്റ എക്സ് നോട്ടിൻ്റെയും എക്സ് നോട്ട് പ്ലസ് എച്ചിൻ്റെയും ഇടയിലാണ് കിടക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 1.8 ലെസ് ദാൻ സീറ്റ ലെസ് ദാൻ 1.9. ഇത് എക്സ് നോട്ടാണ്, ഇത് എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. ഓക്കെ, ഇനി ബൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മോഡ്ലെസ് വാല്യൂ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 എടുത്തു. അപ്പോൾ മോഡ് എച്ച് ബൈ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ, ഇതിന് മോഡ്ലെസ് വാല്യൂ എടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് 1/x² ആണ്. അപ്പോൾ ഇത് മൈനസ് 1/θ² ആണ്. മോഡ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 1/θ² ആവും. 2 അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൈനസ് പോയിട്ട് മോഡ് എച്ച് ബൈ 2θ² എന്ന് വരും. വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് എച്ച് നമുക്കറിയാം 0.1 ആണ്. അതിൻ്റെ വാല്യൂ കൊടുത്തു. 2 അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നോക്കിയേ സീറ്റയുടെ വാല്യൂ ഈസ് ഇൻ ബിറ്റ്വീൻ 1.8 ആൻഡ് 1.9 ആണ്. അപ്പോൾ ഇത് സീറ്റ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഇതിന് ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നുണ്ടാവുക ഇവിടുത്തെ ഈ ചെറിയ വാല്യൂവിലാണ്. ഡിനോമിനേറ്ററിൽ ഒരു വാല്യൂ വരുമ്പോൾ ചെറിയ വാല്യൂ ആണെങ്കിലാണ് അത് ഏറ്റവും മാക്സിമം ആവുക അല്ലേ. അപ്പോൾ സീറ്റയ്ക്ക് ഇവിടെ ഒരു അപ്പർ ബൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സീറ്റ ഈ 1/θ² എന്നുള്ള ഡിനോമിനേറ്ററിൽ സീറ്റ വരുന്നതുകൊണ്ട് ഇതിനൊരു മാക്സിമം വാല്യൂ ഈ σ², 1/θ² ഒരു മാക്സിമം വാല്യൂ കിട്ടുക അതിലെ ലോവസ്റ്റ് നമ്പറായ 1.8 അപ്പോൾ ഇവിടെ സീറ്റയ്ക്ക് പകരം അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1/θ² മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1.8² എന്നുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ഈസ് ലെസ് ദാൻ ദിസ് വാല്യൂ എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എറർ ബൗണ്ടായിട്ട് നമുക്ക് കിട്ടണത്. അപ്പോൾ ഇതേപോലെ എച്ചിന് 0.05ഉം 0.01ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് മാത്രം നിങ്ങൾ അത് ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതിൻ്റെ വാല്യൂസ് മാത്രം ഇവിടെ ഒന്ന് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂം അതുപോലെ തന്നെ എറർ ബൗണ്ടും കൊടുത്തിട്ടുണ്ട്. 0.1 ആകുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങളത് മറ്റേ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് ആക്കിയാൽ മതി. ഇതാവുമ്പോൾ എഫ് ഓഫ് ഇത് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ എറർ ബൗണ്ടിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ ടേബിളാക്കി എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി h = 0.01 വരുമ്പോഴുള്ളത് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ചെയ്തിട്ടാൽ മതി, ടേബിൾ എഴുതണമെന്നില്ല. ടേബിളിലാണ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്സ് ഒന്നും കാണില്ല. അതിലും നല്ലത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വാല്യൂസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടത്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം.
സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അതിൻ്റെ എക്സാക്ട് വാല്യൂ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ എക്സാക്ട് വാല്യൂ കാൽക്കുലേറ്ററിന് ഇതാണ് കിട്ടുന്നത്.